السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മൂന്നാമത്തെ പ്രഭാഷണമാണ്. ചെറിയൊരു വെല്ലുവിളിയാണിത്. പിന്നെ ഏകാശ്വാസം സ്വാഗത പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ വാക്കുകളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു ചെമ്പിൻ്റെ വിഷയമുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ മനോഹരമായ ഒരു പരിപാടി ഇത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒരാശ്വാസത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തുടങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഉസ്താദ് ഈ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ ഒരു മാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വലിയ ഓഫറാണ് വരാൻ പോകുന്നത്. പൊതുവെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. കുറഞ്ഞ വിലക്കും കുറഞ്ഞ അധ്വാനത്തിനും കൂടുതൽ കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ ധാരാളം ഉണ്ടാവും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന ഒരു ബോർഡ് വെച്ചാൽ മതി, ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് തള്ളിക്കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈയിടെ ഒരു മാസം മുമ്പ് KCSയിൽ ഒരു ഹോട്ടലിൻ്റെ ആനിവേഴ്സറി, അന്നവർ നല്ലൊരു ഓഫർ പ്രഖ്യാപിച്ചു. 2 രൂപക്ക് ഇഷ്ടം പോലെ ഭക്ഷണം. ഇതുപോലെ ക്ലാസ് കഴിഞ്ഞ് സുഹൃത്തുക്കളൊക്കെ നമുക്കും പോവാമെന്ന് പറഞ്ഞു. ഒരു സൺഡേയാ, അപ്പോൾ പോകാൻ ചെറിയൊരു ചമ്മൽ. 2 രൂപക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോവാണല്ലോ. പക്ഷെ അതൊരു അനുഭവമല്ലേ എന്നൊരാൾ കൂട്ടത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി. സുബ്ഹാനല്ലാഹ്, KCSയിൽ പറയപ്പെട്ട ഹോട്ടലിൻ്റെ മീറ്ററുകൾ, കിലോമീറ്റർ എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല, അപ്പുറത്ത് വാഹനങ്ങളൊക്കെ ബ്ലോക്കാണ്. അത് കണ്ടപ്പോൾ തന്നെ ഈയുള്ളവൻ്റെ ചമ്മലൊന്ന് മാറി. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നടക്കുവാണ്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഏറെ അത്ഭുതകരം. ഒരു കോഴിക്കോടിൻ്റെയോ മലപ്പുറത്തിൻ്റെയോ ഒരു പരിച്ഛേദം അങ്ങനെ തന്നെ ആ KCSയിലെ ഹോട്ടലിൻ്റെ മുമ്പിലുണ്ട്. അത്രയും ആളുകൾ. പുരുഷന്മാർ മാത്രമല്ല കേട്ടോ, പുരുഷന്മാർ, ഭാര്യമാർ, മക്കൾ, അല്ല നാട്ടിൽ നിന്ന് വിസിറ്റിന് കൊണ്ടുവന്ന വല്യമ്മയൊക്കെ അവിടെ ഉണ്ട്. പോയവരുടെ മുഖത്ത് ചിരി ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഓഫർ എന്ന് പറഞ്ഞാൽ. അതെവിടെ എത്ര കുറച്ച്, അതെത്ര സമ്പന്നനാണെങ്കിലും, വലിയ സമ്പന്നനാണെങ്കിലും റേഷൻ കടയിലെ അരി കൃത്യമായി വാങ്ങുന്ന ഒരാളെ എനിക്കറിയാം. കുറഞ്ഞ വില കിട്ടുന്നുണ്ട്. ഒരു കഥ എനിക്ക് ഓർമ്മ വരുവാണ്. ഒരു കഥ എന്ന് പറയുന്നത് കഥയാകുമ്പോൾ ചോദ്യം വരില്ല എന്ന ധൈര്യത്തിലാണ്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഒരു ബോർഡ്, ഇന്ന് ഇവിടെ എല്ലാം സൗജന്യം. കേട്ട പാതി, കേൾക്കാത്ത പാതി, കണ്ട പാതി, കാണാത്ത പാതി ആളുകൾ ഇരച്ച് കയറി കയ്യിൽ കിട്ടുന്നതൊക്കെ വാരിക്കൂട്ടി. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വാരി കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് ഉടമ ഒരു നിബന്ധന വെക്കുന്നത്. എല്ലാം സൗജന്യമാണ്, പക്ഷേ ഈ സാധനങ്ങൾ പുറത്ത് കൊണ്ടുപോകാൻ ആരുടെയും സഹായം നിങ്ങൾ തേടരുത്, സ്വന്തമായി കൊണ്ടുപോകണം. വല്ലാത്തൊരു കണ്ടീഷനായി പോയില്ലേ. ഇതൊക്കെ ചുമന്നങ്ങനെ കൊണ്ടുപോകാനാ? വാരിയെടുത്ത് അത്രയും സാധനങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ച ആളുകൾ പോയി. ഇതിനെ ഞാനൊന്ന് നമ്മുടെ റമദാൻ ഓഫറുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യട്ടെ.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമുക്ക് സ്വന്തമായിട്ടുള്ള അലസതയും മടിയും മാറ്റിവെച്ച് സ്വന്തമായി അധ്വാനിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ റമളാൻ ഓഫർ സ്വായത്തമാക്കാൻ സാധിക്കൂ എന്നതാണ്. സ്വന്തം തന്നെ അധ്വാനിക്കണം. കഴിഞ്ഞ വർഷം ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ മാസത്തിലായിരുന്നപ്പോൾ ഒരുപാട് ആളുകൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, ഉറ്റവർ, സ്നേഹിതന്മാർ, കൂടെ ജോലി ചെയ്തവർ ഇല്ലേ? ഇന്ന് അവരിൽ പലരും നമ്മോടൊപ്പമില്ല, മണ്ണടിഞ്ഞു പോയി. സൂചിപ്പിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലേക്ക് ചെന്ന് ചേരാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുന്നു എങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ട ബോധം എന്താണ്? ഇതെൻ്റെ ജീവിതത്തിലെ അവസാന റമളാനായിരിക്കും എന്നതാണ്. വേറെ റമളാനിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് എന്താ വഴി? നമ്മുടേതെന്ന് പറയാനുള്ളത് ഇന്ന് മാത്രമാ, ഇന്നലെ കഴിഞ്ഞു, നാളെ വരാനുള്ളതാണ്. വരുമെന്ന് ഉറപ്പില്ലല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ അർത്ഥത്തിൽ കണ്ട് വേണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് അമലുകൾ ചെയ്യണമെന്നല്ല, സ്വാലിഹായ അമലുകൾ ചെയ്യണമെന്നാണ്. പ്രകടന ഭക്തിയല്ല വേണ്ടത്. ചെയ്യുന്ന കാര്യം ആ ഇബാദത്തിൻ്റെ പ്രഭവസ്ഥാനം നമ്മുടെ ഹൃദയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ നോട്ടവും പടച്ചവൻ്റെ തൃപ്തിയും പുണ്യവും അപ്പോഴാണ് നമുക്ക് ലഭിക്കുക. റമളാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പ്രകടന ഭക്തിക്കാരെ നമ്മൾ കാണും. പ്രത്യേകമായി തൊപ്പി ധരിച്ച്, തസ്ബീഹ് മാല കയ്യിലേന്തി, പ്രത്യേകതരം വസ്ത്രമൊക്കെ ധരിച്ച്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ട്, നാട്ടിലൊക്കെ മുമ്പ് കണ്ട സ്ഥലത്തൊക്കെ തുപ്പി വെച്ചിട്ട്, തുപ്പല് നോമ്പിൻ്റെ ഇടയാണ്, അങ്ങനെ കാണും. ഭക്തന്മാരുടെ വേഷം ധരിക്കുന്ന കപട ഭക്തന്മാർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇഖ്ലാസുള്ള കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ചെയ്യാനുമുള്ള അധ്വാനവും ഒരുക്കവുമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. മറിച്ചാകുമ്പോൾ അവരുടെ ഭക്തിയുണ്ടല്ലോ, അതൊരു നാണയത്തൊട്ടിന് മുമ്പിൽ പൊട്ടിപ്പോകുമെന്ന് ദാർശനികനായി ഇമാം ഗസാലി നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാർ, അദ്ദേഹം യഹ്യയിൽ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. യുറക്കഊന ഖുംസഹും യുറക്കഊന ഖുംസഹും വയുശമ്മിറൂന അസ്റഹും. അങ്ങനെയുള്ള കപട ഭക്തന്മാരുടെ കുപ്പായമുണ്ടല്ലോ, അത് കണ്ടം വെച്ചതാണ്. അവരുടെ മുണ്ട് നിര്യാണിക്ക് വളരെ മുകളിലായിരിക്കും. ഫൈദാ നളറു ഇലാ ദിർഹമിൻ വാഹിദിൻ, എന്നാലോ അവരെങ്ങാനും ഒരു ദിർഹം കണ്ടാൽ ഇൻ ഖല്ലത് ഉഖ്ദത്തു തഖ്വാഹും, ആ സന്ദർഭത്തിൽ തന്നെ അവരുടെ തഖ്വയുടെ കെട്ട് പൊട്ടിപ്പോകും എന്ന് ആരാ പറഞ്ഞ്? ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അത്രേ ഉള്ളൂ. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോകുന്ന ഭക്തി അതല്ല വേണ്ടത്. അപ്പം നമ്മൾ പറയാറുണ്ട്, വലിയ താടിക്കാരെ കാണുമ്പോൾ എന്താ പറയുക, വലിയ നീളമുള്ള താടിക്കാരൻ, ആളുകൾ പൊതുധാരണയാണ് കേട്ടോ, പരമഭക്തൻ എന്ന് പറയും അല്ലേ? താടി കുറച്ച് കുറഞ്ഞാലോ കുറഞ്ഞ ഭക്തൻ എന്ന് പറയും അല്ലേ? കുറഞ്ഞ ഭക്തി. ഷേവ് ചെയ്യുന്ന ഒരാളെ കണ്ട എന്താ നമ്മുടെ ധാരണ പൊതുവിൽ? എന്താ പറഞ്ഞോളൂ, ഭക്തിശൂന്യൻ എന്ന് പറയില്ലേ? എന്നാൽ നോക്കൂ, പലപ്പോഴും മൂന്നാമത് പറഞ്ഞ കക്ഷിയായിരിക്കും ആദ്യത്തെ രണ്ടു പേരേക്കാൾ ആപേക്ഷികമായിട്ട് എന്ത് ആദർശനിഷ്ഠയും ദൈവഭക്തിയും ഉള്ള എന്ന് പറയാൻ അത്തഖ്വ ഹാഹുന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതിവിടെയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് പടച്ച തമ്പുരാൻ്റെ നോട്ടമുണ്ടാകുന്നത്.
ഞാൻ ആ ഓഫറിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ഓഫറുകളാണ്. പക്ഷേ വേറെ ഒരു ഓഫറുണ്ട്. ആ ഓഫർ വളരെ അപകടകരമാണ്. അത് വരുന്നത് നമ്മുടെ കയ്യിലാണ്. കയ്യിൽ എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്മാർട്ട് ഫോണിലേക്ക് വരുന്ന ഓഫറാണ്. അതെന്തായിരിക്കും? എന്തേ? ഡാറ്റ ഓഫറാണ് അല്ലേ? ഡാറ്റ ഓഫറല്ലേ? ഇഷ്ടംമാതിരി നിങ്ങൾക്ക് നെറ്റ് ഉപയോഗം അത്രയും ദീർഘമായ നേരം. പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഡാറ്റ ഓഫർ ഒരു അപകടകരമാകുന്നത് എന്ന്. അതിന് കാരണം മറ്റൊന്നല്ല, അത് നമ്മുടെ റമദാനിനെ ഫസാദാക്കും. അത് നമ്മുടെ ഇഖ്ലാസിനെ നശിപ്പിക്കും. അതെങ്ങനെയാണെന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കും. അപ്പോഴാണ് മറുപടി, എത്ര നേരമാണ് നാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോവുകയല്ലേ അല്ലേ? ഇനി അതായിരിക്കട്ടോ പരിപാടി. റമദാനിൻ്റെ പകലിൽ പലപ്പോഴും വിശുദ്ധ ഖുർആൻ എടുത്തൊരു പേജ് ഓതാനിരുന്നാൽ അപ്പോൾ പിശാച് നിങ്ങളെ തടയും അല്ലേ? ഉറക്കം തൂക്കി നമ്മളവിടെ മുസ്ഹഫ്, ഒരു സംശയമില്ല. അതേ മുസ്ഹഫ് മാറ്റി വെച്ച് നിങ്ങൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കൂ. വീഡിയോസ്, റീൽസ്, അഗെയിൻ വീഡിയോസ്, റീൽസ്, അങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ പോയി നോക്കൂ. 3 മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾ അറിയില്ല. അസ്രവാഗ് കൊടുക്കുന്നത് അല്ലേ? മൈക്കിലായതുകൊണ്ട് നമ്മൾ ഉടനെ പള്ളിയിലേക്ക് പോകും, അല്ലെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലേ? എന്ത് വലിയ സ്ക്രോളാണ് ഈ ഡിജിറ്റൽ വേൾഡിൽ. ആ വേൾഡിലെ അനന്തമായ സ്ക്രോളിങ്ങിലൂടെ നമ്മളിങ്ങനെ പോവാ, കണ്ടത് മറ്റൊന്ന്. ഒരൊറ്റ ഉപദേശം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളോടല്ലോ, ആദ്യം എന്നോട് പിന്നെ നിങ്ങളോടുമാണ്. നോമ്പിനെന്താ നമ്മൾ ഇംഗ്ലീഷ് പറയുക? നോമ്പിനെന്താ ഇംഗ്ലീഷ് പറയുക? ഫാസ്റ്റിംഗ് എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? നാം ഭക്ഷണവും വെള്ളവുമൊക്കെ ഒഴിവാക്കിയാണ് അല്ലേ? എങ്കിൽ അത് റിയൽ ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായി വേണ്ട മറ്റൊരു ഫാസ്റ്റിംഗ് ഉണ്ട്. അതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നമ്മുടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നതാണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. നാം മൊബൈൽ ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചു അല്ലേ? സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? എത്ര അൺവാണ്ടഡായ അനാവശ്യമായ ചർച്ചകളാണ്, എത്ര ഗീബത്തുകളാണ്, നിഷിദ്ധമായ എത്ര കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ സമയം കുറക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഫാസ്റ്റിങ്ങിലേക്ക് നീങ്ങാതെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ റമദാനിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതിൻ്റെ ഗുണമെന്താണെന്നറിയോ? അപ്പോഴാണ് നമ്മുടെ ഈമാൻ ചാർജ് ആവുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ, നിങ്ങളുടെ കയ്യിൽ എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിലെ മൊബൈലിൻ്റെ ബാറ്ററി 5% കാണിക്കുമ്പോൾ എത്ര? 5 എത്തണ്ട അല്ലേ? ഒരു 50 എത്തിയാൽത്തിട്ട് പിന്നെ എനിക്ക് പരിഭ്രമാണ്. നമ്മൾ ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ മൊബൈൽ ചാർജ് ഐ മീൻ ഈ ബാലൻസ് അല്ല ഉദ്ദേശിക്കുന്നത്, ചാർജ് ആണ്. 5 മിനിറ്റ് ബാക്കി എത്ര നിങ്ങൾ നമ്മൾ പരിഭ്രമിക്കുന്നത്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, റമദാൻ വന്നു, നേരത്തെ പറഞ്ഞ മഹത്വമുള്ള റമദാൻ 5 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, 15ഉം 25ഉം 27ഉം കഴിഞ്ഞിട്ടും നമ്മുടെ ഈമാൻ ചാർജ് ആയിട്ടുണ്ടോ എന്ന വിഷയത്തിൽ പരിഭ്രമിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? എൻ്റെ പരിഭ്രമമുണ്ടോ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സൂറത്തുൽ ഹദീദിൽ 20-ാമത്തെ ഒരു ആയത്തുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലൈബുൻ വലഹബ്. നിങ്ങൾ നന്നായി മനസ്സിലാക്കണേ, ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതം അത് വെറും എന്താണ്? കളിയും വിനോദവുമാണ്. ലൈബുൻ വലഹുവൻ അല്ലേ? വെറും കളിയും വിനോദം. നിങ്ങൾക്കൊരു
വീഡിയോ കാണണം എന്ന് തോന്നുകയാണ് നമുക്ക്. നാം യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ, ആ വീഡിയോ നമ്മൾ കണ്ടു, പക്ഷേ തൊട്ടടുത്തത് വീണ്ടും കാണുന്നു. അങ്ങനെ കണ്ട് മണിക്കൂറുകൾ. നോക്കൂ, ഈ ഭൗതിക വിനോദം ഒരിക്കലും നമ്മുടെ നന്മക്കല്ല, ഇത് നമ്മുടെ ആഖിറത്തിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് ആ ആയത്തിന്റെ അവസാനം വമാ മതാഉൽ ഹയാത്തി ദുനിയ വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഭൗതിക ജീവിതം ചതിക്കുഴിയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അല്ലാഹു പറയാണ്. സമയം മുഴുവൻ ഇതിൽ പോവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കണം. ഏതാ ദിവസം എന്ന് നിങ്ങൾക്കറിയോ? ആ ദിവസത്തിൻ്റെ പ്രത്യേകത, അന്ന് സംസാരിക്കുന്നത് നമ്മുടെ നാവല്ല, കൈയാണ്. നാമൊക്കെ സൂറത്ത് യാസീൻ ഓതുന്നവരിലെ 65-ാമത്തെ ആയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം. അൽയൗമ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലേ? എന്താ ദിവസത്തിന്റെ പ്രത്യേകത? അന്ന് വായകൾക്ക് നാം മുദ്ര വെക്കുന്നു. വതുകല്ലിമുനാ, നമ്മോട് സംസാരിക്കുന്നത് ആരാ? ഐദിഹിം, അവരുടെ കൈകളാണ്. നാം ആലോചിക്കേണ്ട ഒരു വിഷയം, കൈവിരലുകൾ അനക്കി തസ്ബീഹുകൾ ചൊല്ലേണ്ടുന്ന നാം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൈവിരൽ പായിച്ച് ഓതി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന നാം ആലോചിക്കണം. വരുന്ന വിശുദ്ധ റമദാനിൽ എൻ്റെ കൈവിരലുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ വാക്യത്തിൽ തൊട്ടിട്ടാണോ കൂടുതൽ ഞാൻ ചിലവഴിച്ചത്, അല്ല റീൽസുകൾ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണോ എന്ന്. കൈകളന്ന് സംസാരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, ഈ ഭൗതികമായ കൗതുകങ്ങൾക്ക് മുമ്പിൽ പുഞ്ചിരിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ. ഭയമാ നമുക്ക് വേണ്ടത്, പേടി. എൻ്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമോ? എൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുമോ? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹസനുൽ ബസരിയെ ഒരിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഹസനുൽ ബസരി ഒരു താബിയായ ആളാണ്, സ്വഹാബിയല്ല. പക്ഷെ അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട സ്വഹാബികളിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്, അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, നിങ്ങൾ പാപം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയം നിങ്ങൾക്കില്ലേ? അതിനേക്കാൾ വലിയ ഭയമാണ് ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം അവർ കാണിച്ചത് എന്ന്. ആര്? ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമോ എന്ന ഭയമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സ്വഹാബികൾക്കുണ്ടായിരുന്നു. ഈ ഭയമാണ് നമുക്ക് വേണ്ടത്. നാം 10, 70, 700 കിട്ടും ആ പ്രതീക്ഷയിൽ അങ്ങനെ പോവുകയാണ്. സ്വീകരിക്കുമോ? അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആരാധനകളാണോ? പടച്ചവൻ നന്മയുടെ അക്കൗണ്ടിൽ വരവ് വെക്കുന്നതാണോ? ഈ ചിന്ത എപ്പോഴും ഉണ്ടാകും. ഇപ്പം നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണ്? മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ മിൻ അൻ യദഅ തുആമഹു വശറാബഹു. അല്ലേ? അതിൻ്റെ അർത്ഥം അറിയാത്ത ഒറ്റ വ്യക്തി ഈ സദസ്സിൽ ഉണ്ടാവില്ല, എനിക്കറിയാം. അല്ലേ? നിങ്ങൾ വ്യാജവർത്തമാനങ്ങൾ, നീചമായ കർമ്മങ്ങൾ ഉപേക്ഷിക്കാത്ത കാലത്തോളം നിങ്ങൾ പട്ടിണി കിടക്കേണ്ട ഒരു ആവശ്യവും ആർക്കില്ല? അള്ളാഹുവിനില്ല എന്ന് റസൂൽ പറയുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ. അതല്ലേ അതിൻ്റെ അർത്ഥം? നമ്മൾ നോമ്പ് നിൽക്കുന്നു, ഗീബത്ത് പറയുന്നു, നാം കളവ് പറയുന്നു, മറ്റുള്ളവരെ നാം ബുദ്ധിമുട്ടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ചതിക്കുന്നു, വഞ്ചിക്കുന്നു. നമുക്ക് ഈ ഹദീസിനെ വേറൊരു രീതിയിൽ ഈ പുതിയ കാലത്തൊന്ന് വായിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. നമ്മളെന്താ പറഞ്ഞത്? ഖൗല സൂർ, അല്ലേ? വളരെ വൃത്തികെട്ട വ്യാജമായ വർത്തമാനം,
നീചമായ കർമ്മം ചെയ്യുന്നവൻ്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എന്ന് പറയുമ്പോൾ, ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന് താഴെ നിങ്ങൾ പോയിട്ട് മറ്റുള്ളവനെ തെറി വിളിക്കുക, മറ്റുള്ളവനെ തെറി വിളിക്കുക, അപവാദമായിട്ടുള്ളതൊക്കെ ഷെയർ ചെയ്യുക. എന്നല്ല ഇത് രണ്ടും അല്ലേ? അതിനല്ല ഇത് രണ്ടും അല്ലേ? അപവാദം ഷെയർ ചെയ്യുന്നു, ഇല്ലാത്തത് ഷെയർ ചെയ്യുന്നു, അല്പസത്യവും അല്ലേ പൂർണ്ണ സത്യവുമായ കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കണം, കളവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നു, തെറി വിളിക്കുന്നു അല്ലേ? നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. കാരണം നമുക്ക് ജോലി വന്നു കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം അല്ലേ, നാം അതിനെ കീഴ്പ്പെടുത്തുകയില്ല, അത് നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന കാര്യം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഹദീസിനെ വായിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ മറ്റുള്ളൊരു തൻ്റെ ഒരു പോസ്റ്റിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനും അത് ഷെയർ ചെയ്തിട്ട് അവൻ്റെ ഗുണമുണ്ടാക്കി കൊടുക്കാനുമുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതില്ല എന്ന് അടിവരയിടാൻ വേണ്ടിയാണ് കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തിന്? ലൈലത്തുൽ ഖദറിന്. അതെന്താണെന്ന് നിങ്ങളോട് പറയേണ്ടില്ലല്ലോ. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ്. വൻ ഓഫറാണ് അല്ലേ? ഭജനം ഇരിക്കുക എവിടെ? പള്ളിയിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മുണ്ട് മുറുക്കി ഉടുത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. മറ്റ് പരിപാടികളൊക്കെ മാറ്റി വെച്ച് എത്തിക്കാഫ്, ഒപ്പം അവിടുത്തെ പത്നിമാർ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗശേഷം ആ കർമ്മം പിന്നീട് ചെയ്തതാരാ? അവിടുത്തെ ഭാര്യമാർ. പള്ളിയിൽ തന്നെ ഇരുന്ന്, പള്ളിയിൽ ഇരിക്കുമ്പോഴേ അതിന് എത്തിക്കാഫ് എന്ന് പറയാം. വീട്ടിലിരുന്നാൽ എത്തിക്കാഫില്ല. പള്ളിയുടെ പരിസരത്ത് അല്ലെങ്കിൽ ചാരത്ത് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ കെട്ടിയിടത്ത് ഉണ്ടാക്കിയാലും എത്തിക്കാഫില്ല. എത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുന്നതിനാ പറയുക. അത് കണ്ണും മനസ്സും അള്ളാഹുവിനെ തുറന്ന് വെച്ചിട്ടുള്ള ഒരു ഇരിപ്പാണ്. ഭജനം ഇരിക്കുകയാണ് ഏകാഗ്രതയോടെ. പക്ഷെ വേറെ ഒരു എത്തിക്കാഫുണ്ട്. ഇപ്പോൾ റമദാൻ 15 കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾ നല്ലൊരു ബ്ലാങ്കറ്റൊക്കെ വാങ്ങും. ചിലപ്പം ബ്ലാങ്കറ്റ് ഉള്ളതൊന്ന് വാഷ് ചെയ്യും, നല്ലൊരു പില്ലോ കവറൊക്കെ വാങ്ങിക്കും. എന്തിനാണെന്നറിയോ? 20 പിന്നെ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വേണ്ടി പള്ളി പോകണം അല്ലേ? എത്തിക്കാഫ് തുടങ്ങണ്ടിയല്ലേ? ബ്ലാങ്കറ്റും പില്ലോ ഒക്കെ എടുത്ത് പള്ളിയിൽ പോകും. പിന്നെ ഒരു തഹിയ്യത്തുൽ മസ്ജിദ് പോലെ നിസ്കരിക്കാതെ ഒറ്റ ഉറക്ക. എത്തിക്കാഫാണ്. ഏതെങ്കിലും ഒരു സാധു തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന് ഇവൻ്റെ കൂർക്കം വലി കൊണ്ട് അദ്ദേഹത്തിന് സ്വസ്ഥമായി നിസ്കരിക്കാൻ പറ്റും. അമ്മാതിരി ഉറക്കം എത്തിക്കാഫ്. അതാണോ എത്തിക്കാഫ് അല്ലേ? നമ്മൾ മനസ്സും കണ്ണും തുറന്നു വെക്കുകയല്ലേ? നോക്കൂ, ആ കാര്യം വിട്ടേക്കാം. എന്നാൽ ഒരു ഭക്തൻ അദ്ദേഹം എത്തിക്കാഫിരിക്കുകയാണ്. ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം അള്ളാഹുമായി സംസാരിക്കുക. മുനാജാത്തില അർദ്ധരാത്രിയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ്റെ ചെറിയൊരു റിങ് മൊബൈലിൽ. അപ്പോൾ എടുത്തു നോക്കി. കഴിഞ്ഞില്ലേ അല്ലേ? ആ മനുഷ്യൻ്റെ ഏകാഗ്രത അവിടെ കഴിഞ്ഞില്ലേ? ഒരു കാര്യം തുറന്ന് പറയട്ടെ, അതൊരു പരമമായ സത്യമാണ്. നിങ്ങളുടെ എഴുത്തിക്കാഫ് പ്ലസ് മൊബൈൽ ഈസ് ഈക്വൽ ടു എ ബിഗ് ട്രാജഡി എന്നാണ്. അത് വലിയ ദുരന്തമായി മാറും. ആ എഴുത്തിക്കാഫിനെ നശിപ്പിക്കാൻ ആ മൊബൈൽ മാത്രം മതി എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നീട് ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. നിങ്ങൾ നോക്കൂ, റമദാനിൻ്റെ പാതിരാവിൽ അർദ്ധരാത്രികളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞു നിൽക്കേണ്ടുന്ന വിശ്വാസിയാണ്. സംഘടനാ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, നാട്ടിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്തിലൂടെ? വാട്സാപ്പ് ചാറ്റിലൂടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഞാനത് വായിച്ചവർക്ക് ഭയങ്കരമായിട്ട് ഭയം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാല. എന്ത്? ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാൽ. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു എല്ലാ ഖീലയും ഖാലയും എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അനാവശ്യ വർത്തമാനങ്ങളും എന്നർത്ഥം.
ഇന്നിൻ്റെ ഈ കാലത്ത് ഏറ്റവും വലിയ കീലയും കാലയും എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചാറ്റാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക, നമ്മൾ തിരിച്ചറിയുക. ഇപ്പോൾ മനുഷ്യന്മാർ പൊതുവെ സ്വന്തം മറന്നു പോകാനുള്ളൊരു കാരണം കൂടുതൽ നേടുക എന്നതുകൊണ്ടാണ്. സൂറത്തു തക്കാസുർ നിങ്ങൾക്കൊക്കെ അറിയാം. അൽഹാക്കും മുത്തക്കാസുർ അല്ലേ? അൽഹാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അശ്രദ്ധരായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എന്താ അശ്രദ്ധമാക്കിയത്? തക്കാസുർ. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ നേടുക എന്നാണ്. സമ്പത്ത്, സന്താനം, ഇതൊക്കെ കൂടുതലുണ്ട്. അതിനു വേണ്ടിയുള്ള മത്സരമാണ്, കോമ്പറ്റീഷനാണ് അല്ലേ? ഇപ്പം നാട്ടിലാകുമ്പോൾ ഇവിടെയാകുമ്പോഴും നമ്മൾ പണത്തിന് വേണ്ടിയുള്ള അധ്വാനം, സമ്പത്ത് എത്ര കിട്ടിയാലും മനുഷ്യന് മനസ്സിലാവില്ല. മനുഷ്യൻ്റെ മനഃശാസ്ത്രം എന്ത് ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് സ്വർണത്തിൻ്റെ 2 മലകൾ കിട്ടിയാൽ അല്ലേ, അവനെന്താ ആഗ്രഹിക്കുക? അവൻ 3ാമത്തെ ഒരു മലക്ക് വേണ്ടി കൊതിക്കുക എന്നാണ്. എപ്പോഴാണ് അവൻ്റെ ആ ദുരാഗ്രഹവും അത്യാഗ്രഹവും അവസാനിക്കുക? അവൻ്റെ വായിൽ മണ്ണ് വീഴുമ്പോൾ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോഴാണ്. നമ്മളെന്താ ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? സമ്പത്തില്ല, പണമില്ല, സൗകര്യങ്ങളില്ല. എന്താ ആഗ്രഹിക്കുന്നത്? പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ കാലത്ത് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് തക്കാസുറിന് വേണ്ടി നാം കൊതിക്കുന്നത് എന്തിനു വേണ്ടിയാ? കൂടുതൽ ലൈക്ക് കിട്ടണം, ഷെയർ കിട്ടണം, വ്യൂസ് വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ള് നന്നാക്കുന്ന പ്രബോധന ശൈലികൾ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ഉണ്ടോ? പ്രബോധന മേഖലകൾക്കൊരു ബഹളമയമാണ്. ആഗ്രഹിച്ചു പോകുന്ന പലപ്പോഴും ഷെയ്ഖ് ജീലാനി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലേ? ഷെയ്ഖ് ജീലാനിയെ കുറിച്ചിട്ട് അലിമിയാൻ എന്ന് പറഞ്ഞാൽ വിഖ്യാത ഇന്ത്യൻ പണ്ഡിതരാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അബുൽ ഹസൻ അലി നദ്വി എന്നാണ്. ഒരു റമദാനിൽ ദുബായ് ഗവൺമെൻറ് അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് പേഴ്സണാലിറ്റി അവാർഡ് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് ഈ ഖുർആൻ കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട്. റമദാൻ 17 അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിച്ചുപോയ മഹാപണ്ഡിതനാണ്. 2 ഹറാമുകളിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. മറഞ്ഞ മയ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖ് ജീലാനിയുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് ആരുടെ? മൊയ്തീൻ ഷെയ്ഖില്ലേ? മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ചത്ത മനസ്സുകൾക്ക് ജീവൻ നൽകി എന്നാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിച്ചു എന്നാണ് അർത്ഥം? അല്ല. എത്രയോ പാപികളായ മനുഷ്യന്മാർക്ക് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെ ഹിദായത്ത് ലഭിച്ചു എന്ന് മാത്രമല്ല, ഷെയ്ഖ് ജീലാനിയുടെ കയ്യിലൂടെ മാത്രം 5000 ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാം മതം സ്വീകരിച്ചു. നമ്മൾ എപ്പോഴെങ്കിലും അത് കേട്ടോ അങ്ങനത്തെ ഒരു വർത്താനം? ഇങ്ങനെ കേട്ടോ, മൊയ്തീൻ ഷെയ്ഖിൻ്റെ മാല നമ്മളിങ്ങനെ പാടി നടക്കുകയാണ്. 5000-ത്തിലധികം ജൂതന്മാർ ക്രിസ്ത്യാനികൾ ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള കാരണം ഷെയ്ഖ് ജീലാനിയുടെ പ്രബോധനമാണ്. 1,00,000 ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് തൗബ ചെയ്തത്രേ. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, വഹാബി എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കുന്ന മനുഷ്യനാണ്. വലിയ സമുദ്ധാരകനായിരുന്നു അദ്ദേഹം, നവോത്ഥാന നായകൻ. അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആകൃഷ്ടര എത്രയോ മനുഷ്യന്മാർ നന്നായി. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ വന്നിട്ട് കരയാണ്. ഷെയ്ഖ് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അവൾ സുന്ദരിയായ ചെറുപ്പക്കാരിയ. അവൾ പറഞ്ഞു, എൻ്റെ കിടപ്പറ, എൻ്റെ ബെഡ് എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഞാൻ മറ്റൊരുവന് കൊടുത്തു. എൻ്റെ ബെഡ് ഞാൻ മറ്റൊരുവനുമായി പങ്കുവച്ചു എന്ന് പറയാം. ഷെയ്ഖ് ജീലാനി ആ പെണ്ണോട് പോകാൻ പറയുന്നത്, നീ പോയിക്കോ, വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അവളുടെ മാനസികാവസ്ഥ പരിശോധിക്കാൻ വേണ്ടിയാണ്. അവൾ വീണ്ടും തിരിച്ചു വന്ന് കരയാണ്. ഷെയ്ഖിനെ ബോധ്യപ്പെട്ടു, ആ പെണ്ണിന് മാനസിക തകരാറൊന്നുമില്ല, അത് ഭയമാണ്, ഭക്തിയാണ്, ഇഖ്ലാസിൽ നിന്ന് വരുന്ന തേങ്ങലാണ്, പൊട്ടിക്കരച്ചിലാണ്. അദ്ദേഹം പറഞ്ഞു,
എങ്കിൽ നിന്റെ കാര്യം ഞാൻ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നു, സർക്കാരിന് വിടുന്നു എന്ന്. ഈ വിധത്തിൽ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ പ്രബോധകന്മാരുടെ ഒരഭാവം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു എന്നാ പറഞ്ഞത്. ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം എന്തായാലും പറഞ്ഞേ മതിയാകൂ. നമ്മളെല്ലാവരും അത് പറയണം. അത് മഹ്ശറിലെ ചോദ്യമാണ്. അൻ ഉമുരിഹി ഫീമാ അഫ്നാഹു എന്നാണ് ആ ചോദ്യം. അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നിന്റെ ആയുസ് എന്തിനാ നീ നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്മാർട്ട് ഫോണിൽ ഡിജിറ്റൽ വേൾഡിൽ സ്ക്രോൾ ചെയ്ത് നശിപ്പിച്ചതല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ചിന്താബോധ്യമുണ്ടാക്കുക എന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ പ്രധാനമായ ഒരു ദൗത്യമാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ മരണം തൊട്ടടുത്തുണ്ട്. മരണം തൊട്ടടുത്ത്. നിങ്ങൾ വളരെ ദൂരെയാണെന്നും കരുതണ്ട. പാനൂരിൽ അക്ഷയ സെൻറ്ററിൽ പോയ പെൺകുട്ടി കുഴഞ്ഞു വീട് മരിക്കുക നമ്മളൊക്കെ കണ്ടതാണ് അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ്റെ മരണം കണ്ടപ്പോൾ, ക്ഷമിക്കണം, ഒരു പെൺകുട്ടി കണ്ണൂരിൽ തന്നെയാണ്, 24 വയസ്സുള്ള പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചത് നമ്മൾ അറിയുമ്പോൾ അതോടൊപ്പം നാം അറിയുന്ന മറ്റൊരു വാർത്തയുണ്ട്. ആ പെൺകുട്ടിയുടെ കൊച്ചനുജൻ 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ വെറും 6 മാസം മുമ്പ് ഇതേപോലെ കുഴഞ്ഞു വീണ് മരിച്ചതാണ് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, 2 മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളുടെ ദുഃഖത്തിൻ്റെ കാഠിന്യം എത്രയാണ്. ഇതാണ് മരണം. ആയിഷ എന്ന് വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ അക്സിറി ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നോക്കൂ, എല്ലാ രസത്തിൻ്റെയും ചരടുകൾ ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ച് കളയുന്ന ഒന്നിനെ നീ എപ്പോഴും ഓർക്കണേ. എന്തിനെ? എല്ലാ രസച്ചരടുകളെ. നാം ആരും മറന്നിട്ടില്ല നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുൽ ലത്തീഫും അല്ലേ, റുക്സാനയും. നിങ്ങൾക്കറിയില്ല ആ പേര്? അബ്ദുൽ ലത്തീഫ് ആയിരുന്നില്ലേ? 4 മക്കളെ നഷ്ടപ്പെട്ട അബ്ദുൽ ലത്തീഫ്, ദുബായിലെ അബുദാബി വാഹന അപകടത്തിൽ അബ്ദുൽ ലത്തീഫ് ആയിരുന്നില്ലേ? മറന്നോ ഇതൊക്കെ? അല്ലേ, 4 മക്കൾ അപകടത്തിൽ മരിച്ചു. കിസീസിലുള്ള മക്കളൊക്കെ അവരുടക്കി. നിങ്ങൾ ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്കൂ. രസത്തിൻ്റെ ചരടുകൾ പൊട്ടിക്കുന്ന മരണം. ആ മക്കൾ ഇങ്ങനെ സന്തോഷകരമായി യാത്ര പോവുക, മാതാപിതാക്കളോടൊപ്പം, കൊച്ചുപങ്ങളോടൊപ്പം. എന്ത് വലിയ പ്രതീക്ഷകളായിരുന്നു ആ 4 മക്കൾ ആ കുടുംബത്തിൽ. എന്തുമാത്രം സ്വപ്നങ്ങൾ ആ മക്കളെക്കുറിച്ച് നെയ്തിട്ടുണ്ടാകും ആ മാതാപിതാക്കൾ അല്ലേ? അവസാനത്തെ ഒരു രസം. എന്താ രസം? ലിവ ഫെസ്റ്റിവൽ കൂടി ഒന്ന് കാണണം എന്ന രസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ നീ എപ്പോഴും ഓർക്കേണ്ടത് ഈ രസച്ചരടുകളെ പൊട്ടിക്കുന്ന മരണത്തെക്കുറിച്ചാണ് അല്ലേ? ഒരു നിമിഷം പോരെ, ജീവിതം കീമേൽ മറിയാൻ 1 സെക്കൻഡ് പോരെ. പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഹയ്യിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. മരിച്ചുപോയൊരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം കബറിൽ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു ദിവസം ഭൂമിയിൽ തിരിച്ചു വരണമെന്നാണ്. ചോദിക്കുന്നു എന്തിന് എന്ന്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഭൂമിയിൽ പോയിട്ട് നന്മ ചെയ്യാൻ, അമൽ സ്വാലിഹാത്ത് ചെയ്യാൻ. അതെന്തുകൊണ്ട് ഇപ്പോൾ തോന്നുന്നു എന്ന ചോദ്യത്തിന് ആ മനുഷ്യൻ്റെ മറുപടി, മരിച്ചപ്പോൾ മാത്രമേ മനസ്സിലായുള്ളൂ അമൽ സ്വാലിഹാത്ത് കൊണ്ട് മാത്രമേ കബറിൽ പ്രയോജനമുള്ളൂ എന്ന്. മനസ്സിലായല്ലോ? നമുക്ക് പോകേണ്ടത് ഖബറിലേക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ആളുകൾ ഒരിടത്ത് നിൽക്കുന്നു. റസൂൽ ചോദിക്കുന്നു, എന്താ അവിടെ ഒരാൾക്കൂട്ടം? ഒരു സഹാബി പറഞ്ഞു, നബിയെ, അവിടെ ഒരു ഖബർ കുഴിക്കുകയാണ്. അത് കേൾക്കേണ്ട സമയം പ്രവാചകന്റെ മുഖം വിവർണമായി. അവിടുന്ന് നിന്നിടത്ത് നിന്ന് വിറക്കാൻ തുടങ്ങി, ഖബർ എന്ന് കേട്ടപ്പോൾ. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു ഓട്ടമാണ്. എവിടേക്ക്? ആ ഖബർ കുഴിക്കുന്നിടത്തേക്ക്. വാരിയിട്ട മണ്ണിൻ്റെ മുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകുത്തിയിരുന്നിട്ട് ആ ഖബറിലേക്ക് നോക്കി അങ്ങനെ കരഞ്ഞു. എന്നിട്ട് ഖബറിനടിയിലെ മണ്ണ് നനയുവോളം പ്രവാചക തിരുമേനിയുടെ കണ്ണുനീർ അതിൽ ഈറ്റീറ്റി വീണു. അത്ഭുതപ്പെട്ടു പോയി സ്വഹാബത്ത്. അവരോടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം മാത്രം പറഞ്ഞു, നോക്കൂ,
ഇതുപോലെ ഒരു ദിവസം വരും മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. അതിനാണ് സഹോദരന്മാരെ റമദാൻ, അതിനാണ് ഈ നിമിഷം. ഇതുപോലെ ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളും. ഒന്നുകൂടി പറഞ്ഞു, മരിച്ചു പോയതിനു ശേഷം ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവനെങ്ങാനും വല്ല അറിവും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ മരണത്തിന് ശേഷം നാം അനുഭവിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് വല്ല ബോധ്യവും ഒരു മനുഷ്യനുണ്ടാകുമായിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മാറത്തടിച്ച് കരയുമായിരുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ഈ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മെ സ്വാധീനിക്കേണ്ടത്. ഇത്തരം ഉപദേശങ്ങളാണ് നമ്മുടെ നിലപാടുകളെ മാറ്റേണ്ടത്. വെളിച്ചമായ ഖുർആൻ, തുടക്കം മുതലേ പറഞ്ഞ ആ ഖുർആൻ, അതാണ് ജാഹിലിയ്യത്തിന്റെ ഇരുട്ടിനെ മാറ്റി മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സും അള്ളാഹുവിന് നേരെ തുറന്നു വെക്കുക. കണ്ണീര് കൊണ്ട് പാപങ്ങളെ കളയാൻ നമ്മൾ മുന്നോട്ട് വരിക. ആ കരച്ചിൽ കാണുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലെ ഏക അവലംബമായ ഒട്ടകത്തെ നഷ്ടപ്പെട്ട യാത്രക്കാരൻ, ആ ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ വെള്ളവും ഒക്കെ, അങ്ങനെ ഞാൻ മരുഭൂമിയിൽ തുലഞ്ഞു പോയല്ലോ എന്നോർത്ത് കരഞ്ഞ് ദുഃഖിച്ച് നിരാശനായിരിക്കുമ്പോൾ തൊട്ട് മുമ്പിൽ ആ ഒട്ടകം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാൾ വലുതാണ് റബ്ബിൻ്റെ മുമ്പിൽ കരയുമ്പോൾ പടച്ചവനുണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗബയിലേക്ക് നമ്മൾ മടങ്ങുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു വിശുദ്ധ റമളാനിലേക്ക് ആഫിയത്തോടുകൂടി ഞങ്ങളെ നീ എത്തിക്കണമേ റഹ്മാനെ. ആരോഗ്യത്തോടെ നോമ്പ് നിൽക്കാൻ ഞങ്ങൾക്ക് നീ മഹാഭാഗ്യം തരണമേ റഹ്മാനെ. ആ മാസത്തിൻ്റെ ഉമ്മറപ്പടിയിൽ വെച്ച് ഞങ്ങളുടെ ജീവനെ നീ പിടിക്കല്ലേ റഹ്മാനെ. ഒരു റമളാൻ കൂടി അനുഭവിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. അവസാനം നിന്റെ റിളയും നിന്റെ പൊരുത്തവും കിട്ടി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ വലുപ്പം ചെറുപ്പം നിനക്കറിയാം. എല്ലാവർക്കും നീ ശിഫ നൽകണമേ റഹ്മാനെ. വലിയ ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉറ്റവർ, ഉടയവർ എല്ലാവരുടെയും ബർസഖ് നീ നന്നാക്കി കൊടുക്കണമേ റഹ്മാനെ. നിരപരാധികൾക്ക് എത്രയോ ചെറുപ്പക്കാർ അവരുടെ ജീവിതം ജയിലുകളിൽ ഹോമിക്കപ്പെടുന്നു. അവർക്കെല്ലാം മോചനവും സന്തോഷവും സ്വാതന്ത്ര്യവും നീ നൽകണമേ റഹ്മാനെ. മേഖലയിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രത്യേകമായ ഈ സാഹചര്യം അതൊക്കെ നീ നീക്കി ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും സമാധാനപരമായ ഒരു ജീവിതം നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.